ഇന്ന് കിട്ടു തന്റെ ഒരു സുഹൃത്ത് സുരേഷുമായി കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. സുരേഷിന്റെ മനസ്സിൽ അല്പം അസ്വസ്ഥതയുണ്ട്. വരൂ കേൾക്കാം രണ്ട് സുഹൃത്തുക്കളും എന്താണ് സംസാരിക്കുന്നതെന്ന്. കിട്ടു, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ നീ അത് ആരോടും പറയരുത്. നിന്റെ മനസ്സിൽ തന്നെ വെക്കണം, പ്ലീസ്. ശരി സുരേഷ്, അത് പ്രത്യേകം പറയാനുണ്ടോ? പറയൂ, എന്തു പറ്റി? ചങ്ങാതി, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യിച്ചാലോ എന്ന് ആലോചിക്കുക. എന്ത് ടെസ്റ്റ്? HIV ടെസ്റ്റ് ചങ്ങാതി. ഇപ്പോൾ നിന്നിൽ നിന്ന് എന്തൊളിക്കാനാ? എൻ്റെ ആ പ്രത്യേക ക്ലയൻറ്റില്ലേ, വല്ലപ്പോഴുമൊക്കെ ഞാൻ അവളുമായി കോണ്ടം ഇല്ലാതെയും സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. പക്ഷേ പേടിയുണ്ട് ചങ്ങാതി. വിഷമിക്കാതിരിക്കും സുരേഷ്, ഇത് നീ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. HIV ടെസ്റ്റ് ചെയ്യിക്കുക തന്നെ വേണം. അപ്പോഴേ നിനക്ക് സ്വയം സേഫ് ആയിരിക്കാനും ഒപ്പം സ്വന്തം പങ്കാളിയെ സേഫ് ആക്കാനും കഴിയൂ. പക്ഷേ ചങ്ങാതി, ഒരു കാര്യം പറഞ്ഞ്, ഈ ടെസ്റ്റിൽ ഒടുവിൽ എന്താണ് നടക്കുന്നത്? നോക്കൂ, ഏറ്റവും ആദ്യം ടെസ്റ്റിന് മുമ്പും ശേഷവും നല്ലപോലെ നിന്റെ കൗൺസിലിംഗ് നടക്കും. നിനക്ക് HIV ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിനക്ക് നിന്റെ കൗൺസിലറോട് മടി കൂടാതെ ചോദിക്കാം. അദ്ദേഹവും നിന്നോട് കൗൺസിലിംഗ് സമയത്ത് നന്നായി പറയും ടെസ്റ്റിൽ എന്ത് സംഭവിക്കും, എങ്ങനെയുണ്ടാവും എന്നല്ല. ഈ വിവരങ്ങളെല്ലാം നൽകിയ ശേഷം മാത്രം നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ ടെസ്റ്റ് നടത്തപ്പെടും. ഇനി അഥവാ ടെസ്റ്റിൽ HIV സ്റ്റാറ്റസ് പോസിറ്റീവായാൽ അവരത് എല്ലാവരോടും പറയുമോ? ഒരിക്കലുമില്ല. നീ HIV/AIDS ആക്ട് 2017 കുറിച്ച് കേട്ടിട്ടില്ലേ? ഏതോ നിയമമല്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലൊന്നും അറിയില്ല. എന്താണ് പറയുന്നത് ഈ നിയമം? നോക്കൂ, ഈ നിയമത്തിന്റെ വ്യവസ്ഥകളിൻ കീഴിൽ നിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ നിന്റെ HIV സ്റ്റാറ്റസ് ആരോടും പറയാൻ പാടില്ല. അതെയോ? അഥവാ ഞാൻ പോസിറ്റീവ് ആണെന്ന് കരുതുക, അപ്പോൾ കൗൺസിലർ എന്താണ് ചെയ്യുക? ആദ്യം അദ്ദേഹം നിന്റെ കൗൺസിലിംഗ് നടത്തും, നിന്നോട് ചികിത്സയെക്കുറിച്ച് പറയും. പിന്നീട് അദ്ദേഹം കണക്ക് കൂട്ടും നിന്റെ പങ്കാളിക്ക് നിന്നിൽ നിന്ന് HIV വരാനുള്ള ഭീഷണി ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇത്രയൊക്കെ പൊല്ലാപ്പ് എന്തിനാ കിട്ടൂ? നോക്കൂ, നിന്റെ പങ്കാളിക്ക് നിന്നിൽ നിന്ന് HIV വരാനുള്ള ഭീഷണി ഉണ്ടെങ്കിൽ നിന്റെ ഡോക്ടറും കൗൺസിലറും ശ്രമിക്കും നീ സ്വയം നിന്റെ പങ്കാളിയോട് നിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുവാൻ. അങ്ങനെ അവരും തന്റെ പരിശോധന ചെയ്യിക്കാൻ വേണ്ടി. അഥവാ ഞാൻ പറയാതിരുന്നാലോ? അഥവാ നീ വിലക്കുകയാണെങ്കിൽ നിന്നോട് സംസാരിച്ചതിന് ശേഷം അവർ നിന്റെ പങ്കാളിയോട് പറയും. അവരുടെയും കൗൺസിലിംഗ് നടത്തും. അങ്ങനെ അവരും തന്റെ ടെസ്റ്റ് നടത്താൻ വേണ്ടി. മൊത്തം പ്രക്രിയയിൽ ശ്രമം ഇത് മാത്രമായിരിക്കും. അതായത് നീയും നിന്റെ പങ്കാളിയും സേഫ് ആയിരിക്കണം, സുരക്ഷിതവും ആരോഗ്യത്തോടെയും ഇരിക്കണം. ഈ പറഞ്ഞത് ശരിയാണ് കിട്ടൂ. പങ്കാളിയുടെ സേഫ്റ്റിയും അത്ര തന്നെ പ്രധാനമാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു ചങ്ങാതി, നിനക്കിതിനെക്കുറിച്ച് എത്രയൊക്കെ എങ്ങനെ അറിയാം? പറഞ്ഞല്ലോ, HIV/AIDS ആക്ട് 2017. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.